10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടോ? ഈ വർഷം പ്ലസ് ടുവിൽ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കരിയർ വീഡിയോ ആണ് ഇത്. സാധാരണയായി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സ് മേഖല തിരഞ്ഞെടുത്തതിന് ശേഷം ഇനി എന്താണ് എന്ന് ധാരാളം ആലോചിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. പ്ലസ് ടു സയൻസുകാർക്ക് വ്യത്യസ്തമായ കോഴ്സുകളുണ്ട്, വ്യത്യസ്തമായ എൻട്രൻസ് പരീക്ഷകളുണ്ട് എന്ന് നമുക്ക് പരസ്യമായി അറിയാം. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലുള്ള വ്യത്യസ്തമായ കോഴ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രവേശന പരീക്ഷകളെ കുറിച്ചോ പൊതുവെ ധാരണ കുറവായിരിക്കും. എങ്കിൽ പ്ലസ് ടു കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള വ്യത്യസ്തമായ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഇന്ന് ഞാൻ വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് CA, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അക്കൗണ്ടിംഗ് കോഴ്സുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോഴ്സാണ് CA എന്ന് പറയുന്നത്. ഏകദേശം 4 വർഷത്തെ ദൈർഘ്യമുള്ള ഈ കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ചേർന്ന് പഠിക്കാവുന്നതാണ്. ലോകത്ത് 200ഓളം രാജ്യങ്ങളിൽ അംഗീകാരമുള്ള ഏറ്റവും മികച്ച ഒരു അക്കൗണ്ടിംഗ് പ്രോഗ്രാമാണ് CA എന്ന് പറയുന്നത്. അത്യാവശ്യം പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനുമുള്ള ഒരു കോഴ്സ് കൂടിയാണ് CA എന്നുള്ളത് മനസ്സിലാക്കുക. അക്കൗണ്ടിംഗ് മേഖലയിൽ ഏറ്റവും ഉന്നതമായ മേഖലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് CA തിരഞ്ഞെടുക്കാം. നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ CA കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടായിരിക്കും. അത്തരം സ്ഥാപനങ്ങളെ ആശ്രയിച്ച് CAയിൽ നിങ്ങൾക്ക് മികച്ച കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കോഴ്സാണ് CS, കമ്പനി സെക്രട്ടറി എന്ന് പറയും. ഓരോ കമ്പനികൾക്കും അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്, ബിസിനസ് ലോകൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കമ്പനി ഫലപ്രദമായി വർക്ക് ചെയ്യാനുള്ള വ്യത്യസ്തമായ നിയമോപദേശം നൽകുക എന്നുള്ളതാണ് CS കാരൻ്റെ ഉത്തരവാദിത്വം. നേരത്തെ നമ്മൾ പറഞ്ഞതൊരു അക്കൗണ്ടിംഗ് മേഖലയിലുള്ള കോഴ്സ് ആണെങ്കിൽ ഇതൊരു ബിസിനസ് ലോയുമായി ബന്ധപ്പെട്ട കോഴ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ധാരാളം സ്റ്റാർട്ടപ്പുകൾ, ധാരാളം കമ്പനികൾ എമർജ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത്തരം കമ്പനികൾക്കൊക്കെ അവർക്ക് അവരുടെ ബിസിനസ് ലോകളെ കുറിച്ച് അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടുകൾ ആവശ്യമുണ്ടായിരിക്കും. അത്തരം മേഖലയിൽ സഹായിക്കാൻ പറ്റുന്ന കോഴ്സാണ് CS എന്ന് പറയുന്നത്. ഇതും ഏകദേശം 4-5 വർഷം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്, മൂന്നാമത്തെ ഒരു കോഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു, CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഒരു കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും. ആ പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അത് എങ്ങനെ ഏറ്റവും മാക്സിമം ലാഭത്തിൽ വിറ്റഴിക്കപ്പെടാം, ഇത്തരം കാര്യങ്ങളെല്ലാം കമ്പനികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വിഭാഗമാണ് CMA എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനികളുടെ ഡിഫറെൻ്റ് പ്രോഡക്റ്റുകളുടെ വില, അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് CMAക്കാരായിരിക്കും. ഇതും ഏകദേശം 4 വർഷത്തോളം ദൈർഘ്യം വരുന്ന ഒരു കോഴ്സാണ് CMA എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കോഴ്സ് കൂടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പഠനം പൂർത്തീകരിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്, ACCA. ഏകദേശം 180-ൽ പരം രാജ്യങ്ങളിൽ അംഗീകാരമുള്ള ഒരു അക്കൗണ്ടിംഗ് കോഴ്സാണ് ACCA എന്ന് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ്, ഒരു ബ്രിട്ടീഷ് പ്രോഗ്രാമാണ് ACCA എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ആഗോളതലത്തിലൊക്കെ വിവിധ രാജ്യങ്ങളിലൊക്കെ പോയി ഒരു അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രാക്ടീസ് ചെയ്യണം, ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് പ്രോഗ്രാമാണ് ACCA എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഏകദേശം 4-5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കും. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും സ്ഥാപനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ACCA പഠനം അവിടെ നിന്ന് പൂർത്തീകരിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്, 5ാമത് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു കോഴ്സാണ് CFA എന്ന് പറയുന്നത്, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, ഇത്തരം മേഖലയിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പഠന മേഖലയാണ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, CFA എന്ന് പറയുന്നത്. ഇന്ന് ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനും ട്രേഡിങ്ങിനൊക്കെ വളരെയധികം ആളുകൾ
മുന്നോട്ട് വരുന്ന, അതല്ലെങ്കിൽ ധാരാളം പണം അതിലൊക്കെ നിക്ഷേപിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ CFA ഗ്രാജുവേറ്റ്സിന് ധാരാളം മാർക്കറ്റിൽ നല്ല വിപണി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ CFA പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ വലിയ കരിയർ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു മികച്ച ചാർട്ടേഡ് പ്രോഗ്രാമാണ് CFA എന്നുള്ളത് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടുകളിലും പരിസര നാടുകളിലുമൊക്കെ CFA കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഈ മേഖലയിൽ താല്പര്യമുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ മേഖലയിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ CFA ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കാം. മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ ഈ കോഴ്സിന് വലിയ സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ആറാമത് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു കോഴ്സാണ് BCom. സാധാരണ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ബിസിനസ് മേഖലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കോഴ്സാണ് BCom എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ബിസിനസ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു ഓൾറൗണ്ട് കോഴ്സാണ് BCom എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള സർവകലാശാലകളിലായിരിക്കും ഈ കോഴ്സ് ലഭ്യമായിരിക്കുക. +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സർവകലാശാലകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ, ആ കോളേജുകളുടെ പ്രവേശന വഴിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾ അവിടെ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് BCom പഠനം നടത്താം. ഏകദേശം 3 അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അഥവാ 3 വർഷത്തെ കോഴ്സും അവൈലബിൾ ആണ്, 4 വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രിയും അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു പ്രോഗ്രാമാണ് BBA എന്ന് പറയുന്നത്, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ബിസിനസ് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ബിസിനസ് മേഖല കെട്ടിപ്പടുക്കാൻ, ബിസിനസിന്റെ HR മാനേജ്മെന്റ്, അതുപോലെ തന്നെ ബിസിനസിന്റെ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് BBA എന്ന് പറയുന്നത്. നേരത്തെ BComൽ ഫിനാൻസ് മേഖല നന്നായി കൈകാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഫിനാൻസ് മേഖലയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു അഡ്മിനിസ്ട്രേഷന് പ്രാധാന്യം, ബിസിനസ് അഡ്മിനിസ്ട്രേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന മേഖലയാണ് BBA എന്ന് പറയുന്നത്. എട്ടാമതായി വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിക്കുന്ന ഒരു കോഴ്സാണ് BSc എക്കണോമിക്സ്, അതല്ലെങ്കിൽ BA എക്കണോമിക്സ്. രാജ്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഗ്രാമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ രാജ്യത്തുള്ള വിലവർദ്ധനവ്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, GDP, പണപ്പെരുപ്പം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട മേഖലയെല്ലാം പഠിക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു പാഠ്യ മേഖലയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിനും സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശാരദന്മാർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു സാമ്പത്തിക മേഖലയിലൊക്കെ എക്കണോമിയെ നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കാനൊക്കെ താല്പര്യമുള്ള ഏറ്റവും വലിയ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BA എക്കണോമിക്സ് അല്ലെങ്കിൽ BSc എക്കണോമിക്സ് എന്ന് പറയുന്ന കോഴ്സ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു എക്കണോമിസ്റ്റ് ഒക്കെ ആയി തീരാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc എക്കണോമിക്സ് അല്ലെങ്കിൽ BA എക്കണോമിക്സിലേക്ക് പോകാം. മറ്റൊരു മേഖലയാണ് BCom വിത്ത് LLB. ബിസിനസ് പരമായിട്ടുള്ള കോർപ്പറേറ്റ് ലോകളൊക്കെ പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് BCom LLB, അതല്ലെങ്കിൽ BBA LLB എന്നൊക്കെ പറയുന്നത്. ലോ കോളേജുകളിലാണ് ഈ പ്രോഗ്രാം ഉണ്ടാവുക. LLB ആണ്. അതോടൊപ്പം തന്നെ BCom അതല്ലെങ്കിൽ BBA LLB നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബിസിനസ് മേഖലയിലൊക്കെയുള്ള കോർപ്പറേറ്റ് ലോകളെ കുറിച്ചൊക്കെ പഠിക്കാനും ആ മേഖലയിൽ വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് BCom LLB എടുക്കാം, അതല്ലെങ്കിൽ BBA LLB എടുക്കാം. അങ്ങനെ ഒരു കോഴ്സ് കൂടി +2 ശേഷം നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊന്നാണ് BSc ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് മേഖലയിൽ ഒരു സൂപ്പർ ബ്രെയിനുകളെ സൃഷ്ടിക്കുന്ന ഒരു പ്രോഗ്രാമാണ് BSc ആക്ച്വറിയൽ സയൻസ്. ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് മേഖലയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വ്യത്യസ്തമായ ഇൻഷുറൻസ് മേഖല, ഇൻഷുറൻസ് പോളിസികൾ, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു കിഡിലൻ പ്രോഗ്രാമാണ് BSc ആക്ച്വറിയൽ സയൻസ്. ഇന്ന് രാജ്യത്തിൻ്റെ പല പഠനങ്ങളും കാണിക്കുന്നത് ആക്ച്വറികളായിട്ടുള്ള ആളുകളുടെ വളരെ ദൗർബല്യം ഇന്ത്യ രാജ്യം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BSc ആക്ച്വറിയൽ സയൻസ്. നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റുകളാണെങ്കിൽ BSc ആക്ച്വറിയൽ സയൻസ് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കരിയർ കൂടിയാണ് എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ 10ഓളം മേഖല
ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ 10 മേഖല +2 കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കുള്ള വളരെ വലിയ കരിയർ സാധ്യമാക്കുന്ന പ്രോഗ്രാംസുകളാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി, നിങ്ങളുടെ പഠിക്കാനുള്ള ഒരു ലേണിംഗ് സ്റ്റൈൽ എന്നൊക്കെ ഏതൊക്കെയാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ വലിയ മേഖലയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. വലിയൊരു സാധ്യത, വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് കൊമേഴ്സ് മേഖല നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും. അതിനുള്ള സഹായകരമാവട്ടെ ഈ വീഡിയോ എന്ന് ആശംസിക്കുകയാണ്. താങ്ക്